ആലപ്പുഴ ഇങ്ങെടുക്കാൻ BJP നേതാക്കൾ കൂട്ടത്തോടെ ആലപ്പുഴയിലേക്ക്. BJP ഇപ്പോൾ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. CPMലെ വിഭാഗീയത പണ്ടും ഇപ്പോഴും കൊടികുത്തി വാഴുന്ന ആലപ്പുഴയിൽ പാർട്ടിയിൽ നിന്ന് കൂടുതൽ നേതാക്കളും അണികളും BJPയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് BJPയെ ആലപ്പുഴയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജില്ലയിൽ പ്രത്യേകിച്ച് കായംകുളം, അമ്പലപ്പുഴ, ഹരിപ്പാട് മണ്ഡലങ്ങളിലാണ് BJPക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. അതായത് ആലപ്പുഴ നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് BJP ശക്തമാകാനുള്ള നീക്കമാണ് നടക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ നല്ല നിലയിൽ വോട്ട് പിടിച്ച ഈ പ്രദേശത്ത് സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് തന്നെ ലക്ഷ്യം. എല്ലാ അടവുകളും പയറ്റി തന്നെയാണ് BJP ഇവിടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. CPMലെ അതൃപ്തരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മകന്റെ കഞ്ചാവ് വിഷയത്തിൽ പാർട്ടി പിന്തുണ ലഭിക്കാതിരുന്ന പ്രതിഭ MLA കഴിഞ്ഞ ദിവസം BJPയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇതിനു പിന്നാലെ പാർട്ടിയിൽ അവഗണന അനുഭവിക്കുന്ന സുധാകരനെ പുകഴ്ത്തിയിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സുധാകരൻ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ മന്ത്രിയായിരുന്നുവെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ഇതുവരെ ഇല്ലാത്ത സുധാകരൻ സ്നേഹം ഈ അടുത്തിടെയായി BJPക്ക് കൂടി വരുന്നത് എന്തിനാണെന്ന് വ്യക്തം. അഴിമതി നടത്താത്ത മന്ത്രിയായിരുന്നു സുധാകരൻ എന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ സുധാകരൻ എന്നൊരു നേതാവുണ്ട്. ആ നേതാവ് മന്ത്രിയായിരിക്കുമ്പോഴും ജനപ്രതിനിധിയായിരിക്കുമ്പോഴും എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി എന്ന കാരണം കൊണ്ട് സത്യത്തെ നിഷേധിക്കുന്നില്ല. സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ വകുപ്പിൽ അഴിമതി നടത്തുന്ന കരാറുകാരനെ ഒരു മന്ത്രി എന്ന നിലയിൽ എങ്ങനെ നേരിട്ടുവെന്നറിയാം. അഴിമതി നടത്താത്ത ഒരു മന്ത്രിയായിരുന്നു സുധാകരൻ. ആ സുധാകരന് ഇന്നൊരു കറിവേപ്പിലയുടെ വില പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലെന്ന് പറഞ്ഞാണ് സുരേന്ദ്രൻ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഇതിനിടെ ഇന്നലെയും കായംകുളത്ത് CPMലെ LC അംഗങ്ങൾ ഉൾപ്പെടെ 58 പേർ BJPയിൽ ചേർന്നു. കായംകുളത്ത് CPMൽ കൂട്ടക്കൊഴിഞ്ഞുപോക്കാണ് നടക്കുന്നതെന്ന് പോകുന്നവരെല്ലാം ചെന്നെത്തുന്നത് BJPയിലേക്കാണെന്നും ശ്രദ്ധേയം. 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 5 ബ്രാഞ്ച് സെക്രട്ടറിമാരും 49 ബ്രാഞ്ച് അംഗങ്ങളും ഉൾപ്പെടെയാണ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. CITU ഹെഡ് ലോഡ് യൂണിയൻ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും BJPയിൽ ചേർന്നവരിൽ ഉൾപ്പെടുന്നു. കോൺഗ്രസിൽ നിന്ന് 27 പേരും BJPയിൽ ചേർന്നിട്ടുണ്ട് എന്നത് കാണാതെ പോകാനാകില്ല. കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെയാണ് BJP ജില്ലയിൽ ശക്തരാകാൻ നീക്കം നടത്തുന്നത്. പ്രതിഭ MLAയുടെ മകന്റെ കേസിൽ മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തെ അടുത്ത നിമിഷം തന്നെ ശോഭാ സുരേന്ദ്രൻ കടന്നാക്രമിച്ചത് ഇതിന് തെളിവാണ്. പ്രതിഭ MLAയുടെ മകൻ 2 പഫ് മാത്രമേ വലിച്ചുള്ളൂ എന്ന് പറയാൻ നാണമില്ലേ എന്നായിരുന്നു മന്ത്രിയോട് BJP നേതാവിന്റെ ചോദ്യം. എന്നാൽ സംഭവത്തിൽ പ്രതിഭയെ സംരക്ഷിക്കാനും ശോഭ മറന്നില്ല. പ്രതിഭയുടെ മകൻ കേസിൽപ്പെട്ടാൽ അമ്മയാണോ ഉത്തരവാദി എന്നായിരുന്നു ശോഭയുടെ ചോദ്യം. മകൻ പോകുന്നിടത്തെല്ലാം അമ്മയ്ക്ക് പോകാനാവുമോ എന്നും CPMലെ ചിലരുടെ കൂരമ്പുകളാണ് പ്രതിഭയ്ക്ക് നേരെ നീണ്ടതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് BJP ആലപ്പുഴ ജില്ലയെ എത്രമാത്രം ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് എന്നത് തന്നെ. ആരെ ഒപ്പം കൂട്ടാൻ അവസരം കിട്ടിയാലും അത് പാഴാക്കാതെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാനാണ് BJP നീക്കം. ഇതിന് പ്രതിവിധി കണ്ടെത്താനായില്ലെങ്കിൽ CPM വലിയ വില കൊടുക്കേണ്ടി വരും.